പക്ഷേ അമ്മൂമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഷോട്ട് എടുത്തു. അമ്മൂമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പം പോയതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മയ്ക്ക് ജോലിക്ക് നിൽക്കുക ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മയ്ക്ക് OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മയ്ക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവരുടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അമ്മൂമ്മയ്ക്ക് കൂടെ അപ്പൂപ്പനില്ല എന്ന് അമ്മൂമ്മ പറയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോയിൽ സിന്ധുമ്മയുടെ ഫാമിലിയോ എൻ്റെ കസിൻസിനെയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് മൊത്തവും കഥ കറക്കി അത് അവരെ അഗേൻസ്റ്റ് നെഗറ്റീവ് ആക്കി ഞാൻ ആ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തതിൻ്റെ കാരണം ഞാൻ പറയാം. കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് സമയത്ത് ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാനിവിടെ 100 തിരക്കിലായിരുന്നു. നമുക്കിവിടെ കുക്ക് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഉള്ള ഒരു സാധനവും നമുക്ക് ആവശ്യമുള്ളതില്ല. ഞാൻ സ്കൂളിൽ കൊണ്ട് സ്നാക്സ് ഇല്ലായിരുന്നു. അങ്ങനെ കുറേ അവരാരും കുറ്റപ്പെടുത്തിയതല്ല. അത് മാത്രമല്ല, അമ്മൂമ്മ അപ്പം മരിച്ചതിന് ശേഷം ഒരു വീഡിയോസിലില്ലായിരുന്നു. ഓൾറെഡി അതൊരു വാർത്തയായി വരുമായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ക്ലോസ്നെസ് അമ്മൂമ്മയ്ക്കില്ല. അമ്മൂമ്മയ്ക്ക് എന്നെ വളർത്തിയുണ്ട് അമ്മൂമ്മയ്ക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. അതേപോലെ എനിക്ക് എൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയാണ് എനിക്ക് ആ ക്ലോസ്നെസ് ഉള്ളത്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര അടിയായിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ല, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ ഗ്രൂപ്പിലുള്ള എൻ്റെ കൊച്ചാണ് സത്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു ആ ഗ്രൂപ്പിൽ ഇട്ടതാണ്. ഇനി അവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഞാനും ഈ കാര്യം വിടുമായിരിക്കും. പക്ഷേ എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുക. ഞാൻ പറയാം അവരെന്താണ് ആ ഗ്രൂപ്പിൽ അമ്മൂമ്മേനെ വിളിക്കുന്നതെന്ന്. എൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞ് മോം ഇസ് നോട്ട് ഈവൻ വൺസ് ടെല്ലിങ് ഐ ഷുഡ് ഹവ് ലെറ്റ് ഡാഡ് ഡൗൺ സ്റ്റേഴ്സ് വാഷ്റൂം. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറയുക അപ്പൂപ്പൻ മേലത്തെ ബാത്റൂം, ഇവരെല്ലാവരും പറഞ്ഞാൽ മേലത്തെ ബാത്റൂമിൽ അപ്പൂപ്പൻ പോയി യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പൂപ്പൻ മരിച്ചു പോയത്. ഇതെല്ലാം കാരണക്കാരി എൻ്റെ അമ്മൂമ്മയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പൂപ്പൻ മേലത്തെ ബാത്റൂമിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അപ്പൂപ്പൻ മേലത്തെ ബാത്റൂമിൽ യൂസ് ചെയ്യില്ല. ആ വാഷിംഗ് മെഷീൻ ബാത്റൂം അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പൂപ്പൻ ആദ്യം രാവിലെ അമ്മ ഒരു ബക്കറ്റിൽ താഴെ തുണിയിട്ട് വെക്കാം. അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അമ്മൂമ്മ അങ്ങനെ സ്റ്റെപ്പ് കയറത്തില്ല, അത്യാവശ്യം ഇല്ലെങ്കിൽ കയറത്തില്ല. അപ്പം ആ ബക്കറ്റ് തുണി അപ്പോൾ അപ്പം എന്ന് വെച്ചാൽ ആ തുണി കൊണ്ടുവന്ന് ആ മേലത്തെ ബാത്റൂമിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അപ്പോൾ അവിടെ രാവിലെ കക്കൂസൊക്കെ യൂസ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു അപ്പം ചെയ്തു. അപ്പൂപ്പൻ്റെ സ്ഥിരം ശീലം ഇതായിരുന്നു. പിന്നെ ഹോംലെസ് വന്നതിന് ശേഷം അപ്പൂപ്പൻ ആ ശീലം പിന്നെ കണ്ടിന്യൂ ചെയ്യണം. ആയവരോട്ട് നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൂപ്പൻ അങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കയറി വന്ന ഒരു ദിവസമാണ് അപ്പൂപ്പൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് അപ്പൂപ്പൻ മരിച്ചു പോയത്. എനിക്കന്ന് വരാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ധൃതിപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷേനേക്കാളും എനിക്ക് ഈ ഡെലിവറി സമയത്ത് എനിക്ക് പണി കിട്ടിയായിരുന്നു. കാരണം മോള് ഞാൻ പ്രതീക്ഷ പോലെ എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ പെട്ടെന്ന് ജനിച്ചു. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി 1ാം തീയതി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോകാൻ വേണ്ടി നിൽക്കും. ഞാൻ അതൊന്നും നിന്ന് ഒരാളല്ല. പിന്നെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്, കൊച്ചുറങ്ങുമ്പോൾ ഞാൻ അവളൊന്ന് കിടത്തിയിട്ട് വരാം. പിന്നെ ഞാൻ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കിപ്പോഴും ജെറ്റ് ലാഗ് ഉണ്ട്. കാരണം നമുക്ക് അത്രയ്ക്കും ടൈം ഡിഫറൻസാണ് ഉള്ളത്. ഓൾമോസ്റ്റ് 12 hours ടൈം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അത്രയും ടൈം ഡിഫറൻസ് ഉണ്ട്. മോക്കും ആ ടൈം ഡിഫറൻസ് ഉണ്ട്. അവൾക്കും അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഞ്ഞ് രാത്രി സമയത്ത് ഉണർന്നിരിക്കുക, രാവിലെ സമയത്ത് ഉറങ്ങുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ജെറ്റ് ലാഗ് കാണും. കാരണം കുഞ്ഞിൻ്റെ ഉറക്കം പോലെയാണ് എൻ്റെ ഉറക്കം. 3 മണിക്കൂറാകുമ്പോൾ കുഞ്ഞ് എണീച്ചിട്ട് അവൾക്ക് കളിക്കണം, ചിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ ലിയാൻ വെളുപ്പിനെ 3 മണിക്ക് എണീച്ചിട്ട് എനിക്ക് വിശക്കിടുന്നത് സ്കൂളിൽ പോകാൻ സമയമായോ. അപ്പോൾ കൊച്ചുറങ്ങി വരുമ്പോൾ ലിയാൻ എണീക്കുക. അതേപോലെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാനിപ്പോഴാണ് ഇച്ചിരി ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പോയി ചോദിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു. കാരണം എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ലാന്ന്. ഞാൻ അവിടെ നിന്നപ്പോൾ അവർ ഫേമസ് ആണെങ്കിൽ അവർ ആ വീഡിയോയിൽ കണ്ടിട്ട്, അല്ലാതെ ഇവർ ഫേമസ് ആയിട്ട് ഇവിടെ അവർ മാത്രമല്ല അഹാനാണ് എന്നെക്കുറിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. അഹാൻ അയച്ചൊരു മെസ്സേജാണ്, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. എനിക്ക് എൻ്റെ കൊച്ചാണ് സത്യം ദഹാൻ അയച്ചേക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് അലൈവ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല അഹാനാണ് എന്നെക്കുറിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ അഹാൻ അയച്ചേക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് അലൈവ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല അഹാനാണ് എന്നെക്കുറിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്.